നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാന ബിജെപിക്ക് പുതിയ പ്രസിഡന്റ് വരുമോ അതോ കെ സുരേന്ദ്രൻ തുടരുമോ? മാസങ്ങൾ നീണ്ട സസ്പെൻസ് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കേന്ദ്ര ബിജെപിയുടെ തീരുമാനം നാളെ സംസ്ഥാന ഘടകത്തെ അറിയിക്കും. കേന്ദ്രം നിർദ്ദേശിക്കുന്ന നേതാവ് നാമനിർദ്ദേശ പത്രിക നൽകും. പ്രസിഡന്റ് പ്രഖ്യാപനം മറ്റന്നാൾ. കെ സുരേന്ദ്രൻ തുടരുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എം ടി രമേശ്, ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എല്ലാവരോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശ സന്ദർശനം വേണ്ടെന്ന് വെച്ചാണ് രാജീവ് ചന്ദ്രശേഖർ നാളെ തിരുവനന്തപുരത്ത് വരുന്നത്. സുരേന്ദ്രനെതിരെ സംസ്ഥാന ബിജെപിയിൽ ഉണ്ടായിരുന്ന പടയൊരുക്കവും സുരേന്ദ്രൻ പക്ഷത്തിന്റെ എതിർ നീക്കവും അടുത്ത സമയത്തായി അത്ര സജീവമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവസരം നീട്ടിക്കിട്ടുമെന്ന് സുരേന്ദ്രൻ പക്ഷം, മറിച്ച് തീരുമാനമുണ്ടാകുമെന്ന് കൃഷ്ണദാസ് പക്ഷം. പാർട്ടി നേതാക്കളും ആരാകും പ്രസിഡന്റ് എന്ന അന്വേഷണം തുടരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കെ സുരേന്ദ്രൻ ബിജെപി പ്രസിഡന്റായി തുടരുമോ? പ്രൈം ഡിബേറ്റിൽ വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, ബിജെപി സഹയാത്രികൻ ശ്രീ ബിജു നായർ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ എൻ ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, എന്തായിരിക്കാം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? ഇത് ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് നാളെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, മാസങ്ങളായി ചർച്ചകൾ ഉണ്ടായിരുന്നു. ബിജെപിക്ക് പുതിയ പ്രസിഡന്റ് വരും, കെ സുരേന്ദ്രന് തുടരാൻ കഴിയില്ല എന്നൊക്കെ. പക്ഷേ സുരേന്ദ്രന് വീണ്ടും ഈ സമയം നീട്ടി കൊണ്ടുപോവുകയായിരുന്നു. ഇത്തവണ പക്ഷേ നാളത്തെ കോർ കമ്മിറ്റി അവിടെ വെച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അറിയിക്കും. ആ തീരുമാനത്തിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പണം, അത് ഒറ്റ നേതാവിന്റെ പേരായിരിക്കും നാമനിർദ്ദേശ പത്രികയായി നൽകാൻ പോകുന്നത്. മറ്റന്നാൾ ഔദ്യോഗിക പ്രഖ്യാപനം. അങ്ങനെ വരുമ്പോൾ നാളെ അറിയാം കെ സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയൊരു പ്രസിഡന്റ് വരുമോ എന്ന്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു പുതിയ ഒരു പ്രസിഡന്റ് വരും എന്ന് തന്നെയാണ്. കാരണം മൂന്നാം തവണയും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള BJP, NDA മുന്നണി, ആ മുന്നണിക്ക് കേരളത്തിലോട്ട് കാലുകുത്താൻ, ഭരണത്തിലേക്ക് കാലുകുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതിനൊരു മാറ്റം ഉണ്ടാക്കണമെന്ന് BJPക്ക് ആഗ്രഹമുണ്ട്. പ്രസിഡന്റിനെ മാറ്റിയാൽ അത് നടക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കെ സുരേന്ദ്രൻ ഒരു മോശപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നില്ല. അത്ര നല്ല പ്രസിഡന്റും ആയിരുന്നില്ല. മോശപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. തീർച്ചയായിട്ടും 20% വരെ വോട്ട് ഷെയർ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു വലിയ കാര്യമാണ്. കേരളം അങ്ങനെ ഒരു BJP സംസ്ഥാനമായിട്ടില്ല ഒരിക്കലും. ആ നിലയ്ക്ക് സുരേന്ദ്രൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സുരേന്ദ്രൻ്റെ പ്രവർത്തനമാണോ അത് BJPയുടെ സാധാരണ തനത് വളർച്ചയാണോ എന്തുമാവട്ടെ, അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും നേതാവിന് തന്നെയാണ്. കേരളത്തിൻ്റെ ജനങ്ങൾക്ക് പറ്റിയ ഒരു നേതാവ് വേണം BJPക്ക്. എനിക്കതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഏത് പാർട്ടിക്കാണെങ്കിലും, ഏത് പ്രസ്ഥാനത്തിനാണെങ്കിലും, ഏത് സ്ഥാപനത്തിനാണെങ്കിലും ഒരു നേതാവ് ഒരു വിഷയം തന്നെയാണെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് BJPയുടെ നേതാവ് ഒരു 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 ജനകീയനായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമാണ്. അത് കേരളത്തിൻ്റെ പൾസൊക്കെ അറിഞ്ഞിട്ടാവണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരാൻ പോകുന്ന വെല്ലുവിളി, അദ്ദേഹമോ പുതിയ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ വരാൻ പോകുന്ന വെല്ലുവിളി, ഒരു വശത്ത് പിണറായി വിജയൻ 2ാം ഊഴം കഴിയാറായി നിൽക്കുന്നു. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുക VD സതീശൻ. പിന്നെ കോൺഗ്രസിൻ്റെ നല്ല നേതാക്കന്മാർ ധാരാളമുണ്ട്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ശശി തരൂരുണ്ട്. എല്ലാത്തിനും പോരാഞ്ഞിട്ട് KC വേണുഗോപാൽ ഡൽഹിയിലിരിപ്പുണ്ട്, കേരളത്തിലോട്ട് നോക്കി. അങ്ങനെ പല നേതാക്കന്മാർ കോൺഗ്രസിനുണ്ട്. സ്വാഭാവികമായിട്ടും അത്ര ചില്ലറ കാര്യമൊന്നും ആയിരിക്കത്തില്ല. കേരളത്തിൻ്റെ മണ്ണ് 2ആയിട്ട് വീതിച്ചെടുത്തിരിക്കുകയാണ് രാഷ്ട്രീയം. ഒരു വശത്തെ പക്ഷേ BJP എഴുതി തള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ BJP സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുമ്പോൾ അത് കൗതുകത്തോട് ചർച്ച ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. മുൻപോൾ കെ സുരേന്ദ്രൻ 2020 ഫെബ്രുവരിയിൽ പ്രസിഡന്റായി അധികാരമേറ്റതിന്
ശേഷം കൂടുതൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അന്നത്തേക്കാൾ ആകാംക്ഷയുണ്ട് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്നറിയാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേന്ദ്രൻ തുടരുമോ എന്ന കാര്യമാണ്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ പ്രസിഡന്റ് വരുന്നതിനേക്കാൾ നല്ലത് നിലവിലെ പ്രസിഡന്റ് തുടരുന്നതല്ലേ? അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം BJPക്ക് കിട്ടിയിരുന്നു. ഒരു MP ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു, തൃശ്ശൂർ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ നേട്ടം സംസ്ഥാന പ്രസിഡന്റിന് കൂടി അവകാശപ്പെട്ടതല്ലേ? ഇങ്ങനെയുള്ള കാര്യമാണ്. പക്ഷേ ഒരു ടൈം അദ്ദേഹത്തിന്റെ കഴിഞ്ഞു, 2023 തന്നെ കഴിഞ്ഞതാണ്, പിന്നെ നീട്ടി കിട്ടിയതാണ്. അപ്പോൾ ഇനിയും ഒരു ടേം കൂടി അദ്ദേഹത്തിന് നൽകുമോ എന്നുള്ള കാര്യമാണ് മറുപക്ഷത്ത് വരുന്നത്. അതുപോലെ തന്നെ സുരേന്ദ്രനെതിരെ ഒരു പടയൊരുക്കം ഉണ്ടായിരുന്നു, BJPയിൽ തിരിച്ചുമുണ്ടായിരുന്നു അല്ലേ? ഈ V മുരളീധരൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷവും എന്നുള്ളത് BJPയിൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ സമീപകാലത്ത് താങ്കൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു കാര്യം പോലും പൊതുവേ BJPക്ക് അകത്തെ രാഷ്ട്രീയം, BJP നേതൃത്വത്തിലെ രാഷ്ട്രീയം കുറച്ചു കാലമായിട്ട് ശാന്തമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഒരു ഉൾപോരുകൾ നടക്കുന്ന ലക്ഷണമില്ല ഇപ്പോൾ. തന്നെയല്ല, ഈ കാര്യത്തിലൊക്കെ അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടത് RSS ആണ്, അതിൻ്റെ അപ്പുറത്ത് കേന്ദ്ര നേതൃത്വമാണ്. അതുകൊണ്ട് ഇവിടെ കിടന്ന് മല്ലടിച്ചിട്ട് കാര്യമില്ല എന്ന് നേതാക്കൾ തന്നെ തീരുമാനിച്ചതുകൊണ്ടാവാം എന്തൊക്കെയാണെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്. ശരി, ശ്രീ ബിജു നായർ, എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ വരുന്നത്? സുരേന്ദ്രൻ തുടരും എന്നാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJPയിൽ നിന്നുള്ള ഔദ്യോഗിക റിലീസ് അനുസരിച്ച്, റിലീസ് ഉച്ചയ്ക്ക് തന്നെ കിട്ടിയതാണ്, അത് പ്രകാരം പറയുന്നത് നാളെ ഉച്ചയ്ക്കാണ് നോമിനേഷൻ പ്രോസസ്സ്. അതായത് 2 മണി മുതൽ 3 വരെയാണ് സംസ്ഥാന ഓഫീസിൽ ആ ഒരു പ്രക്രിയ നടക്കാൻ പോകുന്നത്. അതിനു മുൻപ് കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. BJPയുടെ പ്രധാന നേതാക്കൾ തലസ്ഥാനത്ത് നാളെ ഉണ്ടാകും. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ വിദേശയാത്ര തീരുമാനിച്ചിരുന്നതാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തോട് വിദേശ സന്ദർശനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് തലസ്ഥാനത്തേക്ക് വരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ അദ്ദേഹം തലസ്ഥാനത്ത് എത്തുകയാണ്. അത് നൽകുന്ന സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല നൽകിയേക്കാം എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നത്. അല്ല, ഞാനിപ്പോൾ ഇവിടെ ഇതിനെ കാണുന്നത് ഒരു പ്രസിഡന്റിനെ മാറ്റുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് നമ്മുടെ പാർട്ടിയുടെ വളർച്ച, അത് ഈ ഒരു കേരളത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ ഒരു വളർച്ചയുടെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് നമുക്കൊരു പുതിയ MP ഉണ്ടാക്കുവാൻ സാധിച്ചു. 11 അസംബ്ലി മണ്ഡലങ്ങളിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് വരുവാൻ സാധിച്ചിരിക്കുകയാണ് ഈ 2024. 2019 അത് വെറും ഒരു അസംബ്ലി മണ്ഡലം മാത്രമായിരുന്നു. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഒരു വളർച്ചയുടെ പാതയിലാണ്. ഈ ഇപ്പോഴുള്ള പ്രസിഡന്റ്, അദ്ദേഹത്തിന് 5 വർഷം തികയ്ക്കുവാൻ അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി തുടരുമോ എന്നുള്ളതിന് ഒരു ജസ്റ്റ് ഒരു ടെക്നിക്കൽ ഒരു റീസൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് പുതിയ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നൊന്നും വിചാരിക്കുന്ന അർത്ഥമില്ല. കാരണം ഒരു വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിലല്ല BJP പ്രവർത്തിക്കുന്നത്. പുതിയ പ്രസിഡന്റ് വരികയാണെങ്കിലും, അതല്ല പഴയ പ്രസിഡന്റ് തന്നെ തുടരുകയാണെങ്കിലും, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലുമെല്ലാം BJP വളരെ ശക്തമായി തന്നെ ഇതുവരെ നേടിയെടുത്തിട്ടുള്ള ആ ഒരു മുന്നേറ്റം തുടർന്നു കൊണ്ടുപോകുന്ന കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും വളരെ വ്യക്തമായി എനിക്കിവിടെ പറയുവാൻ ആഗ്രഹമുള്ളത്, ഇപ്പോൾ നമുക്കറിയാം LDFും UDFും അവരവരുടേതായ ആ ഒരു ഭാഗം വീതിച്ചെടുത്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് മുമ്പ് സംസാരിച്ച സാർ അവിടെ പറഞ്ഞത്. പക്ഷേ എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? ഇപ്പോൾ കേരളം എത്രത്തോളം പിന്നോട്ടടിക്കപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. ഇപ്പോൾ പല മേഖലകളിലും പിണറായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നേട്ടങ്ങൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി, അതായത് ഇപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായാലും മറ്റു പല മേഖലകളിലായാലും. പക്ഷേ അതിനെയൊക്കെ പ്രതിപക്ഷം ശക്തമായി നേരിടണം എന്നാണല്ലോ. അപ്പോൾ അവിടെ BJP ഒരു ശക്തമായിട്ട് പ്രതിപക്ഷമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. സമീപകാലത്ത് BJPയിലെ തമ്മിലടി കൂടുതലായിരുന്നു. അത് ഈ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള വഴക്ക് പോലും അതിൽ ഉൾപ്പെട്ടിരുന്നതാണ്. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ഈ നേതാക്കൾ തമ്മിലുള്ള പിടിവലിയിൽ അസംതൃപ്തരായിരുന്നു. അതിപ്പോൾ K. സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു പുതിയ നേതൃത്വം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ആ പക്ഷത്ത് നിൽക്കുവാൻ കാരണം ഇതുകൊണ്ട് കൂടി തന്നെയാണ്, ആ തമ്മിലടി ഒന്ന് കുറഞ്ഞാലോ എന്ന്. അങ്ങനെ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് നിലവിൽ സജീവമായ നേതാക്കളെക്കാൾ, ഈ 2 പക്ഷമായി നിൽക്കുന്ന നേതാക്കളെക്കാൾ മറ്റൊരാൾ വരുന്നതിന് കൈ കൊടുക്കുന്നവർ ഈ കാരണം കൊണ്ടാണ്. അല്ല മഞ്ജുഷ്, ഇപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് എപ്പോഴും BJPക്ക് എതിരായിട്ട് നമ്മുടെ എതിരാളികളും അതുപോലെ തന്നെ മീഡിയയിലുള്ള ചില സുഹൃത്തുക്കളും
എപ്പോഴും പറയാറുള്ളത്. ഒന്ന്, BJP ഒരു മതാധിഷ്ഠിതമായ പാർട്ടിയാണ്, മതവാദമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് BJP ഒതുക്കി നിർത്തുവാൻ എപ്പോഴും ഉപയോഗിക്കുന്നു. വേറൊന്ന്, BJPയിൽ എപ്പോഴും തമ്മിലടിയാണെന്ന്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മുഖ്യമന്ത്രി കുപ്പായം തപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ നമുക്ക് BJPയെ ഒഴിവാക്കി നിർത്താമോ? അല്ലെങ്കിൽ BJPയിലുള്ള തമ്മിലടിയാണോ ഇനി പുതിയ വരുന്ന പ്രസിഡന്റിനെ നിശ്ചയിക്കുവാൻ പോകുന്നതിലുള്ള ഏറ്റവും വലിയ മാനദണ്ഡം? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രസിഡന്റ് 5 വർഷം കഴിഞ്ഞ് മാറുകയാണ്, പുതിയൊരു പ്രസിഡന്റ് വരികയാണ് എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പൊ തന്നെ നമ്മൾ ശോഭാ സുരേന്ദ്രന്റെ കാര്യം ഇതുവരെ സംസാരിച്ചിട്ടില്ല. നമുക്കറിയാം, താങ്കൾ ഉറപ്പിച്ചു കഴിഞ്ഞോ കെ സുരേന്ദ്രൻ മാറുകയാണ്? അല്ല, മാറിയാൽ, അതാണ് ഞാൻ ആദ്യം പറയുന്നത്, മാറിയാലും മാറിയില്ലെങ്കിലും BJPയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. മാത്രമല്ല, ജനാധിപത്യപരമായ നമ്മുടെ ശക്തിയാണ് കാണിക്കുന്നത്. നമ്മൾ പ്രസിഡന്റിനെ മാറ്റുവാൻ ഉള്ള വ്യവസ്ഥയും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത്, ഇപ്പം തന്നെ നമുക്കറിയാം BJP 33% വനിതാ സംവരണം കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇന്ന് കേരളത്തിലെന്നല്ല മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഒരു വനിതാ അധ്യക്ഷയെ പരിഗണിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് അവിടെ, അവരെയും പരിഗണിക്കപ്പെട്ടേക്കാം എന്നുള്ളിടത്തൊക്കെയാണ് BJPയുടെ ആ ശക്തി നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാതെ, എന്തുകൊണ്ട് വീണ്ടും നേതാക്കൾ തമ്മിലടിയാണ്, അതുകൊണ്ട് മാറുകയാണ്, പുതിയ പ്രസിഡന്റ് വന്നാൽ വീണ്ടും ഈ തമ്മിലടി തുടരുമോ എന്നൊക്കെയുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു നരേറ്റീവിലേക്ക് നമ്മൾ എന്തുകൊണ്ട് പോകുന്നു? നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടത് BJP കഴിഞ്ഞ പ്രസിഡന്റിന്റെ കാലത്ത് വളരെ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച പാർട്ടിയാണ്. ആ ഒരു മുന്നേറ്റം തുടർന്നു കൊണ്ടുപോവുക തന്നെ ചെയ്യും. അത് ഇപ്പോഴുള്ള പ്രസിഡന്റ് തുടരുകയാണെങ്കിലും അതല്ല, പുതിയ പ്രസിഡന്റ് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അതിപ്പോൾ തിരുവനന്തപുരത്ത് വെറും 15,000 വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം വളരെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോളം തലമുതിർന്ന ഒരു നേതാവ്, ഇത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇത്രത്തോളം നമ്മുടെ സംസ്ഥാനത്തെ പുതിയൊരു ദിശയിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ പറ്റിയൊരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അപ്പോൾ അതുപോലെ നമുക്ക് വളരെ ശക്തരായ കാൻഡിഡേറ്റ്സ് ഉണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ഇപ്പോൾ പരിഗണിക്കുന്ന പേരുകളായിട്ട് വരുന്നത്, ഒന്ന്, കെ സുരേന്ദ്രൻ തുടരുകയാണെങ്കിൽ അങ്ങനെ തന്നെ കേന്ദ്ര BJP അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സമീപത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. പിന്നെയുള്ള പേര് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ, താങ്കൾ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണനയിൽ ഉണ്ട് എന്നാണ്. അങ്ങനെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ മുൻ പ്രസിഡന്റ് V മുരളീധരൻ, അതിനേക്കാൾ കൂടുതലായിട്ട് MT രമേശ്, അദ്ദേഹത്തിൻ്റെ പേര് സജീവമായിട്ടുള്ള പരിഗണനയിൽ ഉണ്ട് എന്നാണ്. പിന്നെയുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ. എപ്പോഴും ഒരു സർപ്രൈസ് BJPയുടെ സമീപകാലത്ത്, അത് സംസ്ഥാന പ്രസിഡന്റുമാരുടെ കാര്യത്തിലാണെങ്കിലും മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ പോലും അത് പ്രതിഫലിച്ചു. മറ്റ് നേതാക്കളെക്കാൾ പരിഗണനയിൽ പിന്നിലായിരുന്നയാളെ ഒരു വനിതയെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുവാനായിട്ട് BJP കഴിഞ്ഞു. അങ്ങനെ സർപ്രൈസ് തീരുമാനങ്ങൾ ഉണ്ടാകും. അതിവിടെ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിലും നിഴലിക്കുന്നുണ്ട്. ആ സസ്പെൻസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ കോർ കമ്മിറ്റി അംഗങ്ങളോട് എല്ലാം നാളെ തിരുവനന്തപുരത്ത് വരണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 4 നേതാക്കൾ, അവരുടെ പേരുകളും ഈ സജീവ പരിഗണനയിലുള്ള പേരുകളായിട്ട് ഉയർന്നു വരുന്നുമുണ്ട്. അതുകൊണ്ട് ആ സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ കോർ കമ്മിറ്റിയിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം ഈ ഒരു പേര് നിർദ്ദേശിക്കും. ആ നിർദ്ദേശിക്കുന്ന പേരുകാരൻ നാമനിർദ്ദേശ പത്രിക നൽകും എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിവ്. അത് നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും. അപ്പോഴേക്കും ആരായിരിക്കും BJPയുടെ പ്രസിഡന്റ് എന്ന് അറിയാൻ കഴിയും. N ശ്രീകുമാർ, എന്തായാലും സസ്പെൻസ് നിലനിൽക്കുകയാണ് BJPയിൽ. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? നിലവിലെ പ്രസിഡന്റ് തന്നെ തുടരുവാനാണോ സാധ്യത, അതോ പുതിയ ഒരാൾ BJPയുടെ തലപ്പത്തേക്ക് കേരളത്തിൽ എത്തുമോ? എന്നോടാണോ? അതെ, ശ്രീകുമാർ. മഞ്ജുഷ, ഇതിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരായാലും അത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ആര് പ്രസിഡന്റ് ആകുന്നു എന്നുള്ളത് ആ പാർട്ടിയിലത്തെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പോൾ കെ സുരേന്ദ്രൻ പ്രസിഡൻ്റായിട്ട് വീണ്ടും വരികയാണ് എന്ന് വരണമെന്ന് ചിലർക്ക് താല്പര്യമുണ്ടാകും. ഇവിടെ നമ്മുടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രൻ വരണമെന്ന് താല്പര്യമുണ്ടാകും. പക്ഷേ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടാകുമ്പോഴും നമ്മളെ ഈ രാഷ്ട്രീയമായിട്ട് നല്ല കൗതുകത്തോടെ ഇതൊക്കെ കാണുന്നവർ ചിന്തിക്കുക, ആര് പ്രസിഡൻ്റായിട്ടും BJPക്ക് കേരളത്തിൽ എന്താണ് ഒരു ഗുണഫലം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനിപ്പം ഇവരാര് പ്രസിഡന്റ് ആണെങ്കിലും ഇല്ലെങ്കിലും സുരേന്ദ്രൻ തുടർന്നാലൊന്നും അതിലൊരു മാറ്റം ഞാൻ കാണുന്നില്ല.
പക്ഷേ സുരേന്ദ്രൻ മാറുമെന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം അദ്ദേഹം ഇപ്പോൾ 5 വർഷമായിട്ട് പ്രസിഡൻ്റാണ്. അപ്പോൾ 5 വർഷമായി പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളെ വീണ്ടും നിയമിക്കുമ്പോൾ ആ പാർട്ടിയിൽ മറ്റാരും ഇല്ലേ പ്രസിഡൻ്റ് ആകാൻ എന്നൊരു ചോദ്യം അതിൻ്റെ പ്രവർത്തകർ ഉന്നയിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ MT രമേശിനെ അവർ പ്രസിഡൻ്റ് ആക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട് ഞാനും പ്രസിഡൻ്റായിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് താല്പര്യമുള്ള ആളാണെന്ന്. രസകരമായ വസ്തുത, ആ പ്രസ്താവന വന്നിട്ട് ഒരു അടുത്ത ദിവസം നമ്മുടെ ശശി തരൂർ വിഷയത്തിൽ കെ സുരേന്ദ്രൻ ശശി തരൂരിനെ അങ്ങോട്ട് പിന്താങ്ങുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ശശി തരൂര് തോൽപ്പിച്ച രാജീവ് ചന്ദ്രശേഖരനെ ആണ്. അപ്പോൾ അത് പെട്ടെന്ന് അതൊന്ന് ഓർക്കാനും സഹായകമായി. പ്രസിഡൻ്റായിട്ട് വരുന്ന ആൾ തിരുവനന്തപുരത്ത് തോറ്റ ആളാണ് എന്നൊരു ഓർമ്മിപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. തെറ്റാകാം, ശരിയാകാം. എന്തായാലും BJPയിലത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രത്തിൽ അവർക്ക് ഭരണമുണ്ട്. ആ ഭരണം എന്തായാലും ഒരു ഭരണം ഒരു ഗ്ലാമറാണല്ലോ. ആ ഗ്ലാമറാണ് സത്യത്തിൽ കേരളത്തിലെ BJP ഇപ്പം നിലനിർത്തുന്നത്. ഇപ്പം 2014 വരെ BJPയിൽ അത്ര ഒരു ആകർഷകത്വമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോദി വന്നപ്പോൾ മോദിയാണ് താരം എന്നുള്ള രീതിയിൽ വരികയും മോദി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അദ്ദേഹം 2014-ലും 2019-ലും പിന്നെ ഇപ്പോഴും അധികാരത്തിൽ വന്നു. അപ്പോൾ ആ ഒരു ഗ്ലാമർ BJP കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്രസിഡൻ്റ് ആവാനുള്ള ഒരു താല്പര്യം കൂടുന്നത്. പക്ഷേ അത് അവരുടെ അണികൾക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കുന്നില്ല. അവരുടെ വോട്ടുകളുടെ ഷെയർ ശതമാനക്കണക്കിന് കൂടിയെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷ് ഗോപി ജയിച്ചില്ലേ എന്നുള്ളതാണ്. സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ BJP സമ്മതിക്കില്ല. അത് താമരയല്ലേ ചിഹ്നമെന്നാണ് ചോദിക്കുക. അത് വാദത്തിന് അംഗീകരിച്ചു കൊടുക്കുക, അവിടെ നിൽക്കട്ടെ. നമ്മളതിനെക്കുറിച്ച് ആ വിഷയത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് BJPയുടെ വിജയമല്ല. കാരണം തൃശ്ശൂര് ഇപ്പം നേരത്തെ പറഞ്ഞ BJP സഹയാത്രിയെ സംസ്ഥാന പ്രസിഡന്റ് നേട്ടമല്ല എന്ന് ഉയർത്തിക്കാണിക്കുവാൻ പാർട്ടിയിലെ തന്നെ ഒരു കൂട്ടം ആളുകളുണ്ട്. എങ്കിലും അത് സംസ്ഥാന പ്രസിഡന്റിന്റെ അക്കൗണ്ടിൽ കൂടി ഉള്ളതാണ്. അല്ല, അത് അന്ന് ജയിച്ച ശേഷം ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രന് വേണ്ടി ആരോ പോസ്റ്റൊക്കെ ഇട്ടു, അത് സുരേന്ദ്രൻ്റെ ഒക്കെ നേട്ടമാണ്. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും വോട്ട് ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം അന്ന് ജയിച്ച ശേഷം പിന്നെ പറഞ്ഞത് അച്യുതമേനോനെ കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും കരുണാകരനെക്കുറിച്ചൊക്കെയാണ് ഞാൻ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി അങ്ങനെയായിരുന്നു. അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപി കൊടുത്തതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. ഇനിയിപ്പോൾ അവരുടെ പാർട്ടി യോഗത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് തിരുത്താനും തയ്യാറാണ്. പക്ഷേ ഞാൻ പരസ്യമായിട്ട് ഞാൻ കേട്ടില്ല. ഇപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആര് വരുന്നു എന്നുള്ളതല്ല വിഷയം. അവരിൽ താല്പര്യമുണ്ട്. അവരിൽ ഒരാൾക്ക് ഇത് ആര് വരുന്നു എന്നുള്ള അവർക്ക് താല്പര്യമുണ്ട്. ഇപ്പം സംസ്ഥാന കൗൺസിൽ നാളെയോ മറ്റന്നാൾ ചേരുമല്ലോ. അപ്പോൾ ഈ സംസ്ഥാന കൗൺസിലിൽ ഇങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 5 വർഷത്തെ ഒരാൾ പ്രസിഡൻ്റായിരുന്നാൽ പിന്നത് മാറേണ്ട എന്നൊരു ചോദ്യം വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീ സുരേന്ദ്രൻ മാറാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ താരതമ്യേന ഒരു ഇത് ഞാൻ കാണുന്നത് MT രമേശാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് മഞ്ജുഷ, ഇതിൽ നമ്മൾ കാണാത്തൊരു വിഷയം, കേരളത്തിലെ CPMുമായിട്ട് വലിയ എന്താ പറയുക അകൽച്ച കാണിക്കാത്ത, പ്രത്യേകിച്ച് പിണറായി വിജയനോട് താല്പര്യമുള്ള ഒരാൾ പ്രസിഡൻ്റായി വരണമെന്ന് BJPയുടെ തലപ്പത്തുള്ളവർക്ക് താല്പര്യമുണ്ടാവും. അത് CPMനും ഉണ്ടാവും. കാരണം സുരേന്ദ്രൻ പിണറായി വിജയൻ ആ ഒരു നല്ലൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് ഇപ്പം മിനിങ്ങാന്ന് തന്നെ ഡൽഹിയിൽ നമ്മളുടെ മറ്റേ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടപ്പോൾ അന്ന് ഗവർണറുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് ചർച്ച ചെയ്തത് എന്നൊരു ചോദ്യം വന്നിട്ടു. ആ ചർച്ച എന്താണ് ചെയ്തതെന്ന് കേരള മുഖ്യമന്ത്രിയും പറഞ്ഞില്ല, അതുപോലെ തന്നെ നമ്മുടെ കേരള CPM നേതൃത്വവും പറഞ്ഞില്ല. ജനങ്ങളുടെ ഒരു പണം കൊണ്ടൊക്കെയാണല്ലോ അവർ യാത്ര ചെയ്തത്. പക്ഷേ അത് വളരെ വ്യക്തമായിട്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു അവർ കാപ്പ് കുടിച്ചുകൊണ്ട് എന്താ തെറ്റ്. അപ്പോൾ പിണറായി വിജയനോട് ന്യായീകരിക്കാൻ വന്ന ഏകയാൾ കെ സുരേന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിലെ CPMൻ്റെ താല്പര്യത്തിന് ഇത് വലിയ പങ്കുണ്ട്. അത് ഞാൻ പറയാൻ കാരണം ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല. കാരണം കേരളം BJPക്ക് പെട്ടെന്ന് ഭരിക്കാനുള്ള ഇത് ഇപ്പോൾ ഇല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല. നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ LDF UDF തമ്മിലാണ് മത്സരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാം ഭരണത്തിൽ BJPയുടെ ഒരു സഹായം CPM ആഗ്രഹിക്കും, CPM ജയിക്കണമെന്ന് BJPക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇക്വേഷൻ പിണറായി CPM ബന്ധം കാക്ഷിക്കുന്ന ഒരാളെ പ്രസിഡന്റ് ആക്കണമെന്ന് ഒരു പക്ഷേ താല്പര്യം കണ്ടേക്കാം കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സുരേന്ദ്രൻ തുടരുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിൽ നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. അല്ല, അങ്ങനെ കണക്കാക്കേണ്ടി വരും. കാരണം വെച്ചാൽ രാഷ്ട്രീയമാണല്ലോ മഞ്ജുഷ എന്തിൻ്റെ അവസാനം. കാരണം കോൺഗ്രസ് ജയിക്കാൻ പാടില്ല, UDF ജയിക്കാൻ പാടില്ല. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാൽ MT രമേശ് എന്തുകൊണ്ടാണ് MT രമേശ് പ്രസിഡന്റ് ആകണം എന്ന് BJPയിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് CPM നേതാക്കളാക്കട്ടെ എല്ലാവർക്കും കൂടുതൽ ബന്ധമുണ്ടെങ്കിലും MT രമേശ് അത്ര ഒരു ബന്ധമുള്ള ആണെന്ന് ഞാൻ കരുതുന്നില്ല.
നേരെ മറിച്ച് ആ ഒരു കോഴിക്കോട് മറ്റേ പഴയ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്നവരെല്ലാം ഒരു CPM താല്പര്യമുള്ളവരായിരുന്നു. കുറേ കാലമായിട്ട് അങ്ങനെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അതിൽ കുമ്മനം രാജശേഖരൻ മാത്രമാണ് ഒരു ഇതായിട്ട് ഞാൻ കണ്ടത്. കുമ്മനത്തെ വളരെ സാത്വികനായ ഒരു മനുഷ്യനെ പിടിച്ച് പ്രസിഡൻ്റാക്കിയുകൊണ്ട് പാർട്ടി അദ്ദേഹത്തിന് കുറേ കഷ്ടപ്പാടുണ്ടായെന്നല്ലാണ്ട് അതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ശബരിമല ഇഷ്യൂ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് BJPയിൽ ആര് പ്രസിഡന്റ് ആയാലും പാർട്ടിയിലത്തെ ഒരു ചർച്ചയിൽ അത് അവസാനിക്കും. പൊതു താല്പര്യപ്രകാരം ആര് പ്രസിഡന്റ് ആയാലും കേരളത്തിലെ ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് അതൊരു വിഷയമല്ല, CPMന് ഒരു വിഷയമായിരിക്കും. ശരി, ശ്രീ ഷാബു പ്രസാദ്, അതിനുള്ള മറുപടി. അത് ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് CPM BJP ഇക്വേഷൻ. അങ്ങനെ 2026-ൽ LDF തുടർഭരണം നേടിക്കോട്ടെ എന്ന് BJP വിചാരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ BJPയുടെ പുതിയ പ്രസിഡന്റ് അല്ലെങ്കിൽ പഴയ പ്രസിഡന്റിന് തുടരുവാനുള്ള അവസരം. എന്തായാലും കേന്ദ്ര BJPയുടെ തീരുമാനം വരികയാണ് നാളെ. എന്തായാലും മഞ്ജുഷേ, എനിക്ക് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അതായത് ഇവിടെ മാധ്യമങ്ങളടക്കം എല്ലാവരും പറയുന്നു കേരളത്തിൽ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, കേരളത്തിൽ BJPക്ക് ഒരു റോളുമില്ല, കേരളത്തിൽ BJPയെ ജനങ്ങൾക്ക് വേണ്ട, ഈ രീതിയിലുള്ള നറേറ്റീവ് മാധ്യമങ്ങളടക്കം ഒരു വശത്ത് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഉറ്റുനോക്കുന്നത് BJPയിലേക്കാണ്. ആരാണ് അടുത്ത BJP പ്രസിഡന്റ്? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യമായി BJPയുടെ അടുത്ത നേതൃത്വം ആരാണ് എന്ന ഒരു ചോദ്യത്തിലേക്ക് ഇവിടെ കേരള രാഷ്ട്രീയം ഒതുങ്ങുന്നു എന്നുള്ളത് വളരെ സാഹൂതപൂർവ്വം, വളരെ കൗതുകപൂർവ്വം ഞാൻ വീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് പറയുന്നു BJPക്ക് ആര് വന്നാലും എന്ത്, BJP ആർക്ക് വേണമെന്ന് പറയുകയും ചെയ്യുന്നു, BJPയിലേക്ക് നോക്കുകയും ചെയ്യുന്നു. രസകരമാണത്. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ശ്രീകുമാർ സാറ് ഇവിടെ പറഞ്ഞത്, അതായത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്ന് CPM കൂടെ ചേർന്നാണ്, CPMന്റെയും കൂടെ താല്പര്യം അനുസരിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുക എന്ന ഒരു പറച്ചിൽ അദ്ദേഹം പറഞ്ഞു. സാറേ, ഇത് ശ്രീകുമാർ സാർ ഇത് പറഞ്ഞതില്ലാത്ത എനിക്ക് വിഷമമുണ്ട്. ഇപ്പം വല്ല ഷമാ മുഹമ്മദോ റിജിൽ മാക്കുറ്റിയൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ പോട്ടെ. പക്ഷേ ഇത്രയധികം കാലത്തെ ആ ഒരു CJP എന്ന് എല്ലാവരും പറയുന്നതാണ്, അത് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നതാണ്. CJP ആരാണ് ഈ എല്ലാവരും? പക്ഷേ ആരാണ് ഈ എല്ലാവരും എന്ന് പറഞ്ഞതിന്റെ അകത്ത് ആരാ ഉള്ളത്? എനിക്കറിഞ്ഞൂടാ. മഞ്ജുഷ പറയാറുണ്ടോ? നമ്മളൊക്കെ ഈ പറയുന്ന ഞാനുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും പറയാറുണ്ടോ? കോൺഗ്രസിന്റെ എല്ലാവരും എന്നാണ് താങ്കൾ ഈ ഷമാ മുഹമ്മദ്, റിജിൽ മാക്കുറ്റി എന്നൊക്കെ പറയുമ്പോൾ എൻ ശ്രീകുമാർ സാറിനെ ഒഴിവാക്കി നിർത്തിയല്ലോ. എൻ ശ്രീകുമാർ എന്ന് പറയുന്നത് കോൺഗ്രസ് സഹയാത്രികനാണ്. അല്ല, ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം കോൺഗ്രസ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്, കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം തലക്കകത്ത് കുറച്ച് ആളുതാമസമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള ഒരു ബഹുമാനം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകൻ, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസിൽ കൂടെ കടന്നു വന്ന ഒരാൾ എന്നുള്ള ആ ഒരു അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും എനിക്ക് ശ്രീകുമാർ സാറിനോടുണ്ട്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ എന്തോ എനിക്കൊരു വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞത്, സുരേഷ് പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഇന്നും നിലപാടാണത്, ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, അതിനൊന്ന് സൂചിപ്പിക്കുകയാണ്. സുരേഷ് ഗോപി എന്ന സിനിമാ നടനാണ് അവിടെ ജയിച്ചത്. സാർ, ഈ സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ 2019-ലും 2021-ലും ഒക്കെ തൃശ്ശൂർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ താമരചിഹ്നത്തിൽ. അന്ന് വേണ്ടാത്ത സുരേഷ് ഗോപി എന്ന സിനിമാ നടനെ 2024-ൽ മാത്രം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പ്രശ്നമില്ലേ? അതൊരു വിഷയമാണല്ലോ. അപ്പം ഒരു ചർച്ചയിലാണ്. അപ്പം അതാണല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പം അത് പോട്ടെ, അത് അദ്ദേഹത്തിന്റെ നിലപാട്. അതായത് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ശ്രീകുമാർ സാറിനടക്കം ഉള്ള കോൺഗ്രസ്സുകാർക്കും പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല എന്നുള്ളതിന്റെ മറ്റൊരു ബഹിസ്ഫുരണമായിട്ട് തന്നെ ഞാൻ അതിനെ കണക്കാക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം. ശരി, ഓക്കെ. പിന്നെ ഇനി ഈ BJPയിലെ സംഘടനാ നേതൃത്വം അല്ലെങ്കിൽ BJP പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അഭ്യൂഹങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അഭ്യൂഹങ്ങൾ ഉണ്ടാക്കി വിടാൻ നമുക്ക് ചിലവൊന്നുമില്ല. എത്ര വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പറയാം. BJPയിൽ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേരുടെ പേര് ഇവിടെ പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഇങ്ങനെ ഒരുപാട് പേരുടെ പേര് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നു?
കാര്യം ആ ലെവലിലേക്ക് അടുത്ത ഒരു ജനറേഷനെ, അടുത്ത ആ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളിടത്താണ്. അതായത് ഇവിടെ വേറെ ആരും ഇല്ല എന്നുള്ളതല്ല, ഇഷ്ടംപോലെ ഒരു പ്ലത്തോറ, ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഇവിടെ ഇതിന് യോഗ്യരായിട്ടുള്ളവരുണ്ട്. അവരെ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം BJPക്കുണ്ട്. അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിൽ ആർക്ക് വേണമെങ്കിലാകാം, നോ പ്രോബ്ലം. പിന്നെ ആരാണ് എങ്ങനെയാണെന്നുള്ളത് BJPയാണ് തീരുമാനിക്കുന്നത്. അത് BJP എന്ന് പറയുന്ന മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള BJPയുടെ ആ ഒരു കഴിവാണത്. അതാണ് നമ്മൾ സംഘടനാ ശക്തിയാണ് ആ കാണിക്കുന്നത്. അത് BJPയുടെ ദൗർബല്യം. ഇത്രയും നേതാക്കന്മാർ ഇങ്ങനെ ആകാൻ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത്രയും നേതാക്കൾ, ഇത്രയും കാലിബറുള്ള നേതാക്കന്മാർ BJPയിൽ ഉണ്ട് എന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. ശരി, ശ്രീ ജേക്കബ് ജോർജ്, അതായത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരായാലും എന്താ എന്ന് ചോദിക്കുന്നവർ തന്നെ കൗതുകത്തോടെ കൂടി നോക്കുകയാണ് ആരാണ് പ്രസിഡന്റായി വരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഒരു പറ്റം മുതിർന്ന നേതാക്കൾ, മികച്ച നേതാക്കൾ ഉണ്ട് ആ പട്ടികയിൽ എന്നുള്ളതും BJPയുടെ ശക്തിയെയാണ് കാണിക്കുന്നത് എന്ന് ഷാബുവിന്റെ വാദം. ഷാബു പ്രസാദ് പറയുന്നത് ശരിയാണ്. പത്രങ്ങൾ, മാധ്യമങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി അടുത്ത പ്രസിഡന്റ് ആരാവുമെന്ന് ചിന്തിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ചർച്ച തന്നെ ഉദാഹരണം. മറ്റു പാർട്ടിക്കാരും മറ്റു പാർട്ടിക്കാർക്കും ആ ഒരു കൗതുകം. ഇത് ഇവിടെ മഞ്ജുഷിനേക്കാൾ എത്രയോ സീനിയറാണ് ഞാൻ. 80കളിൽ ഞാൻ മാതൃഭൂമി റിപ്പോർട്ടറായിരുന്ന സമയത്തും ഞാൻ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 85-ൽ നമ്മുടെ ശ്രീകുമാർ വിശേഷിപ്പിച്ച കുമ്മനം രാജശേഖരൻ ഹിന്ദു മുന്നണിയുമായി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ നമ്മൾ വലിയ വാർത്ത കൊടുത്തു. ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി കേരളവർമ്മ രാജ, അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അന്ന് 3ാം സ്ഥാനം നേടിയപ്പോൾ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഉയ്യോ എന്തൊരു അപകടമായി ഇത്, ഭയങ്കരമാണ്. ഹിന്ദു മുന്നണി കേരളത്തിൽ ഇതാ കാല് വെച്ചിരിക്കുന്നു. കാല് ഉറപ്പിച്ചെന്നല്ല, കാല് വെച്ചിരിക്കുന്നു. അപകടം തന്നെ. അത് തിരുവനന്തപുരം ഈസ്റ്റിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഭയങ്കര അപകടം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞങ്ങൾക്ക് അന്നേ വാർത്തയാണ്. 80കളിൽ തന്നെ ഞങ്ങൾ വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് O രാജഗോപാൽ, അദ്ദേഹവുമായിട്ട് ഞാൻ എത്രയോ ദിവസങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ട്. KG മാരാർ തിരുവനന്തപുരത്ത് വരുമ്പോൾ വെറും ജൂനിയർ റിപ്പോർട്ടറായിരുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിക്കുമായിരുന്നു. അതാണ് രസം. അതുകൊണ്ട് BJP അന്നും BJP അല്ല, അന്ന് ഹിന്ദു മുന്നണിയാണെങ്കിൽ പോലും, ജനസംഘമാണെങ്കിൽ പോലും കേരളത്തിൽ ഞങ്ങൾ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയിരുന്നു, ആ ഒരു വിഷയം. പക്ഷേ ഞാൻ അന്നും ഇന്നും പറയുന്നത്, കേരളത്തിൽ 2 കോട്ടകളായിട്ട് നിൽക്കുകയാണ്. ഒരു വശത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി, മറുവശത്ത് CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. BJP രൂപം കൊണ്ടതും ഭരണത്തിലെത്തിയതും എന്നാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. BJPയുടെ കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ BJPയുടെ റോൾ ഇത്രയും കാലം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ CPM അനേക സമരങ്ങളിലൂടെ, കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ നേതാക്കൾ അവർക്കുണ്ടായിരുന്നു, വലിയ വലിയ നേതാക്കൾ. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒരു വശത്ത് ഇടതുപക്ഷത്തിൻ്റെ നേതാവായിട്ട് നിൽക്കുന്നു, മറുവശത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഞാൻ എപ്പോഴും അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നല്ലതുപോലെ വായിക്കുന്ന, അത് നല്ലതുപോലെ പ്രസംഗിക്കാൻ അറിയാവുന്ന, നല്ല ആശയ ഗാംഭീര്യമുള്ള ഒരു. അപ്പോൾ ഈ നേതാക്കളെല്ലാം മോശമാണെന്നാണോ? അല്ലല്ല, ഞാൻ പറയുന്നത് അവരോട് വെല്ലുവിളിക്കാൻ K സുരേന്ദ്രനും, ശോഭാ സുരേന്ദ്രനും, V മുരളീധരനും, രാജീവ് ചന്ദ്രശേഖറും ഒക്കെ മോശമാണെന്നാണോ? അല്ല, ഈ രണ്ട് സെറ്റ് നേതാക്കളുടെയും കീഴിൽ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനവും CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും, ഇടതുപക്ഷ പ്രസ്ഥാനവും. ഇടതുപക്ഷം, അങ്ങപ്പുറത്ത് കോൺഗ്രസ്. ഇത് ജനങ്ങളെ ഇങ്ങനെ 2ആയിട്ട് വേർതിരിച്ച് നിർത്തുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ഇടം കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തുന്ന BJP, തീർച്ചയായിട്ടും അത് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അത് നേതാവല്ല പ്രശ്നം എന്നൊക്കെ പറയാം, അത് പല ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ 2 കക്ഷികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു 3ാം ശക്തിയായിട്ട് ഇത്രയും വന്നു എന്നുള്ളത് തീർച്ച, അത് സമ്മതിക്കുന്നു. അതും ഞാൻ സുരേന്ദ്രനെ മാത്രമല്ല അതിന് ഉത്തരവാദിയായിട്ട് കാണുന്നത്. BJPയുടെ ഓവർ ദി ഇയേഴ്സ് പല നേതാക്കളുണ്ട്, O രാജഗോപാൽ, KG മാരാർ തുടങ്ങിയ ഇങ്ങോട്ടുള്ള നേതാക്കന്മാരൊക്കെയും തീർച്ചയായിട്ടും. പക്ഷേ ഇനി അടുത്ത നമുക്ക് കാണാമല്ലോ, വരാൻ പോകുന്ന
തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും നടക്കുന്നത് രൂക്ഷമായ പോരാട്ടമായിരിക്കും. ഓരോ വാർഡിലും, പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷനാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും നമുക്ക് കാണാം, അവിടെ വെച്ച് കാണാം. പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കാണാം. അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് വരുന്നതെന്ന്. നമുക്ക് കാണാം അടുത്ത പ്രസിഡന്റ് ആരാണെങ്കിലും ശരി, തീർച്ചയായിട്ടും BJPക്ക് ഒരു വലിയ ചുമതലയുണ്ടാവും, വെല്ലുവിളി ഉണ്ടാവും. നമുക്ക് കാണാം. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട ബിജു നായർ പറഞ്ഞു കേരളം എവിടെയാണ് വികസനത്തിൽ. എൻ്റെ ബിജു നായർ, കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാട്ടിലും എല്ലാ മേഖലകളിലും മുൻപന്തിയിലാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കേരളം മുമ്പിൽ തന്നെയാണ്. കേരളം ഒന്നാമത് തന്നെയാണ്. ഇത് മാറി മാറി വന്ന ഭരണകർത്താക്കൾ, രണ്ട് മുന്നണികളും ഇവിടെ മാറി മാറി ഭരിച്ചു. അവരൊക്കെ കേരളത്തെ വളർത്തിയത് കൊണ്ടാണ്, തുടക്കം മുതൽ ഇങ്ങോട്ട് വളർത്തിയത് കൊണ്ടാണ് കേരളം ഇന്നും ഒന്നാമതാണ്. കേന്ദ്രം പൈസ തന്നില്ലെങ്കിലും കേരളത്തിന് പിടിച്ചു നിൽക്കാനും സർവേ ചെയ്യാനും അറിയാം ബഹുമാനപ്പെട്ട ബിജു നായർ. ശരി, ശ്രീ ഷാബു പ്രസാദ്, എന്തുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്ന കാര്യത്തിൽ കൗതുകമുണ്ടായിരിക്കും, പക്ഷേ അത് അത്ര വലിയ കാര്യമല്ല എന്ന് പറയുന്നതിനുള്ള കാരണം അതാണ് ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെതായ ഒരു പോയിന്റ് പറഞ്ഞു. പക്ഷെ ഇന്ന് കേരളം മുഴുവനും ചർച്ച ചെയ്യുന്നത് BJP, എല്ലാവരും ഉറ്റുനോക്കുന്നതും BJPയുടെ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു. അതായത് കോൺഗ്രസും CPM ഒക്കെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ആ സമരമുഖങ്ങളിലൂടെയാണ് കടന്നു വന്നത് എന്നാണ്. ഒന്ന് പറയാമോ, ഇവർ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു ജനകീയ സമരം ഏതാണ്? ഒറ്റ ഒരെണ്ണം സ്വാതന്ത്ര്യ സമരം. കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വൈക്കം സത്യാഗ്രഹം. ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ്, എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്തിനെ വിട്ട് കേരളത്തിന്റെ ചരിത്രമുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. സ്വാതന്ത്ര്യ സമരമായാലും വൈക്കം സത്യാഗ്രഹമായാലും ഗുരുവായൂർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്പൂർണമായ കൂട്ടായ്മയാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ കുത്തകയൊന്നും അല്ലാതെ അതിന്റെ അകത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനതല്ല പറഞ്ഞേ. ഇവിടെ സ്വതന്ത്ര കേരളത്തിലെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ കേരളത്തിൽ ഇവര് രാഷ്ട്രീയമായി വളർന്ന കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത്. രാഷ്ട്രീയമായി വളർന്നത് ഇവിടെ നടന്ന ഒരു എന്താണ് അന്ന് 57-ലെ വിമോചന സമരം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തു ഗുണമാണ് സാർ ഉണ്ടായത്? ഇത്രയും കാലം 10-20 വർഷമായി ഇത്രയും കാലം ഈ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തുടങ്ങിയതിന് ശേഷം ഇവർ നടത്തിയ ഒരു സമരം, ജനകീയ ഇഷ്യൂ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരൊറ്റ ഇൻസിഡന്റ് നിങ്ങൾ പറയാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ജനങ്ങൾക്ക് ദ്രോഹം. ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത്രയും കാലം നടന്നിട്ടുള്ളത് സമരമല്ല, സമരാഭാസങ്ങളാണ്. ഈ ജനങ്ങൾക്ക് ഈ പൊതുമുതൽ കത്തിച്ചുകൊണ്ടും ജനങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടും ഇക്കണ്ട കാലം മുഴുവൻ ഈ ഇരു മുന്നണികളും സമരാഭാസങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അല്ലാതെ ഒരു ജനകീയ സമരവും നടത്തിയിട്ടില്ല. പണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും കഥയൊന്നും നമുക്ക് അതല്ല ഇവിടുത്തെ വിഷയം. ഇവർ ഇവിടെ രാഷ്ട്രീയമായി വളർന്നതിന്റെ കാരണം ജനകീയ വികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്ത് വിജയിപ്പിച്ച കഥയാണല്ലോ. അത് ഈ സമീപകാലത്ത് നടക്കുന്ന സമരങ്ങളിലല്ല ഷാബു ഇപ്പോൾ സമീപകാലത്ത് സമരങ്ങളിലല്ല. BJP ഒരു ശക്തിയായിട്ട് കേരളത്തിൽ വളർന്നു വന്നതിന് ശേഷം പ്രതിപക്ഷ നിരയിലേക്ക് BJPയും ചേരുന്നുണ്ടല്ലോ ഇത്തരത്തിലുള്ള സമരരംഗത്ത്. അപ്പോൾ അതിനെയും സമരാഭാസം എന്ന് പറയാൻ പറ്റുമോ? അല്ല ഞാൻ പറഞ്ഞതല്ല. ഞാൻ ചരിത്രത്തിലേക്കല്ല പോയത്, ഞാൻ ഈ സമീപകാലത്തെ സംഭവങ്ങളിലേക്കാണ്. അതാണല്ലോ ചരിത്രത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണല്ലോ ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിനെ പറയാതിരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പ്രീ ഡിഗ്രി ബോർഡ് സമരം നടന്നു, കമ്പ്യൂട്ടർ വിരുദ്ധ സമരം നടന്നു, വെട്ടുനിരത്തൽ സമരം നടന്നു. ഓരോ സമയത്ത് എതിർപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണോ, ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണോ, അവർക്കെതിരെ കിട്ടുന്ന അവസരങ്ങളിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ തോന്നിയ ദിവസം കാണിക്കാവോ അതൊക്കെ ചെയ്തു. അതിനെയാണ് എന്റെ അവസരമല്ലേ? എന്റെ അവസരമല്ലേ? അല്ലല്ല. ഇപ്പൊ എന്നെ മഞ്ജുഷ് ചോദിച്ചതിന്റെ ഇനി കേരളത്തിൽ ഇനി മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് വരാം.
കേരളത്തിൽ BJP-യുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടുത്തെ അതിശക്തമായ മുന്നണി രാഷ്ട്രീയമാണ്. ഇവിടെ ഇത്ര കൃത്യമായി ഹൈലി പോളറൈസ്ഡ് ആയിട്ട് രണ്ട് മുന്നണികളിലായിട്ട് വിഭജിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മനസ്സ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. അത്രമാത്രം ശക്തമായ പോളറൈസ്ഡ് ചെയ്ത് നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് വേണം ഇവിടെ BJP അതിൻ്റെ പ്ലേസ് കണ്ടെത്താൻ. ഒറ്റയ്ക്ക് പോരാടി വേണം മുമ്പോട്ട് പോകാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പം ഇവിടെ ആർക്കും അതിൻ്റെ അകത്ത് എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസും CPM-ഉം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ആരാണ്? അത് BJP ആണെന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു സംശയം ഉണ്ടാവും. ആർക്കും സംശയം ഉണ്ടാവില്ല. BJP-ക്ക് കിട്ടുന്ന വോട്ട് ഷെയറിന്റെ പകുതി പോലും ഇല്ല മുസ്ലിം ലീഗിന്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് മുന്നണി രാഷ്ട്രീയമാണ് അതിന് കാരണം. ശ്രീ ജേക്കബ് ജോർജ്, ഈ സുരേന്ദ്രന്റെ സമയത്ത് ആ വോട്ട് ശതമാനം കൂടിയത് എത്രമാത്രമാണെന്ന് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതെ, തീർച്ചയായിട്ടും ഞാൻ സമ്മതിച്ചല്ലോ മഞ്ജുഷേ, ആദ്യമേ തന്നെ സമ്മതിച്ചു. അത് പക്ഷേ ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറയുന്ന പോലെ അദ്ദേഹം സമരത്തിനെതിരാണ്. അത് BJP സമരത്തിനെതിരാണോ എന്ന് എനിക്ക് സമരത്തിനെതിരാണെന്ന് ഞാൻ പറഞ്ഞില്ല. സമരം അല്ല, അങ്ങ് പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങ് പറഞ്ഞതിന്റെ അന്തസത്ത അത് തന്നെയാണ്. പക്ഷേ ഇതെന്റെ സമയമാണ്. അല്ല, എന്റെ സമയത്ത് അങ്ങടപെട്ടപ്പോൾ അങ്ങയുടെ സമയത്ത് ബഹുമാനപ്പെട്ട സമയത്തിൽ അങ്ങടപെട്ടെങ്കിൽ അങ്ങയുടെ സമയത്തിൽ എനിക്ക് ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ്, സമരത്തിനുമുണ്ട് രാഷ്ട്രീയം, സമരത്തിലുമുണ്ട് രാഷ്ട്രീയം. ആ സമരങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ വളർന്നു വന്നത്. ചരിത്രത്തിലൂടെ, ദശകങ്ങളിലൂടെ, വർഷങ്ങളിലൂടെ, സമരങ്ങളിലൂടെ. സംശയമൊന്നുമില്ല. ചില സമരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ചില സമരങ്ങൾ ഇന്ന് നോക്കുമ്പോൾ നമ്മൾ അവഹേളിക്കുന്നുണ്ടാവാം, പുച്ഛിക്കുന്നുണ്ടാവാം. പക്ഷേ ആ സമയത്ത് കാലിക പ്രസക്തിയുള്ള സമരങ്ങളായിരുന്നു അവ എന്ന് കാലം തെളിയിച്ചിട്ടുണ്ടാവും. പോട്ടെ, അത് ഞാൻ കളക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ പോലെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ഒരു സർക്കാർ എവിടെയുണ്ട് ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ്? വിദ്യാഭ്യാസ രംഗത്ത് ഇത്ര വലിയ ഉയർച്ച നേടിയിട്ടുള്ള സംസ്ഥാനം കേരളത്തിൽ എവിടെയുണ്ട് ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ്? ആരോഗ്യരംഗത്ത് ഇത്ര വലിയ ഒരു നേട്ടം നേടിയ സംസ്ഥാനം കേരളമല്ലാതെ വേറെ എവിടെയുണ്ട് ബഹുമാനപ്പെട്ട നാഷണൽ റാങ്കിങ്ങിൽ 10ന്റെ ഉള്ളിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പ്രതിമ കെട്ടാം, വലിയ വലിയ അമ്പലങ്ങൾ ഉണ്ടാക്കാം. ഒരു പള്ളിക്കുടം ജവഹർലാൽ നെഹ്റു ഇന്ത്യ മഹാരാജ്യത്ത്, ഞാൻ പറയട്ടെ, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇന്ത്യ മഹാരാജ്യത്ത് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ IIT, എൻ്റെ സുഹൃത്ത് ബിജു നായർ, എവിടെയാണ് ബിജു നായർ പഠിച്ചത്? IIM-ലോ എവിടെയാണ് പഠിച്ചത്? MBA പഠിച്ചിരിക്കുന്ന ആളാണ് എൻ്റെ കൂടെ ബിജു നായർ. ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ അടിസ്ഥാനമിട്ട സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യ മഹാരാജ്യത്ത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീകുമാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിനുള്ള മറുപടി താങ്കൾ പറയണം. CJP എന്നുള്ള കാര്യം അദ്ദേഹം അത് ആവർത്തിച്ച് ഇവിടെ പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ BJP പ്രസിഡന്റ് ആരാണ് എന്ന കാര്യത്തിൽ കൗതുകം കൂടുതൽ ഉണ്ടാവുക CPM-നായിരിക്കും. അത് ശ്രീകുമാറിൻ്റെ അഭിപ്രായം. എനിക്കതിനകത്ത് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇവിടെ BJP-ക്കാണെങ്കിലും CPM-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും അവരവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ അതായിട്ട് സച്ച് അംഗീകരിക്കാനാണ് എനിക്ക് താല്പര്യം. ശരി, ശ്രീ ബിജു നായർ, ഈ ശോഭാ സുരേന്ദ്രന്റെ പേര് ഈ അണികൾക്കിടയിൽ കൂടുതൽ താല്പര്യമുള്ള പേരായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കൂടുതൽ മെസ്സേജുകൾ വരുമ്പോൾ അവിടെ കൂടുതലും പേരുകൾ നിഴലിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെയാണ്. അല്ല, അതെന്തോ ഒരു തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള മഞ്ജുഷിന്റെ വ്യാഖ്യാനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞില്ലല്ലോ അതിനെ. അതെ, അപ്പം ഞാൻ അവിടെ പ്രധാനമായും പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ BJP പ്രസിഡന്റ് ആരായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിനെ നിസ്സാരവൽക്കരിക്കുവാനായി പല വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് സഹയാത്രികനായി പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പല തരത്തിലാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയം BJP-യുടെ വിജയമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിസ്സാരവൽക്കരണം അവിടെ നടത്തുന്നുണ്ട്. വേറൊന്ന് അദ്ദേഹം പറയുന്നത്, അതാണ് എനിക്ക് ഏറ്റവും വളരെ രസകരമായി തോന്നിയത്, ഗ്ലാമറുണ്ട് BJP-ക്ക് ഇന്നിപ്പോൾ
നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ആ ഒരു ഗ്ലാമർ കണ്ടിന്നിപ്പോൾ കേരളത്തിൽ ആളുകൾ BJP-യിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് വെറും ഗ്ലാമർ മാത്രമാണ് ഇന്ത്യക്ക് നൽകുവാൻ BJP-ക്ക് സാധിച്ചത്. അത് കണ്ട് ഇത്രയും സംസ്ഥാനങ്ങൾ BJP ഭരിക്കുകയാണ്. ലോകമാസകലം ഇന്ന് ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. എല്ലാം ഗ്ലാമർ കൊണ്ടാണ് എന്ന് അദ്ദേഹം നിസ്സാരവൽക്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ വിശകലന ആ ഒരു തത്വദീക്ഷിത ഞാൻ ചോദ്യം ചെയ്യുകയാണ്. അത് ഒട്ടും ശരിയല്ല. ഇനി അടുത്ത മൂന്നാമത്തെ നിസ്സാരവൽക്കരണമാണ് CJP എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതിലൂടെ. അദ്ദേഹം ഇന്ന് അത് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇന്ന് കോൺഗ്രസ് അത്രത്തോളം പിന്നോക്കം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ന് കോൺഗ്രസിന് യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയവും മുന്നോട്ട് വയ്ക്കുവാനില്ല. അവർക്ക് ആകെ കൂടെ പറയുവാനുള്ളത് CPM-ഉം BJP-യും തമ്മിൽ എന്തോ ഒരു ഡീലുണ്ട്. ആ ഡീല് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രസിഡന്റിനെയാണ് ഇന്ന് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് CPM അതിൽ വളരെ താല്പര്യം കാണിച്ചെന്നിരിക്കും. പക്ഷേ കോൺഗ്രസിന് അതൊരു പ്രശ്നമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ഇന്ന് വെറും ഒരു കുടുംബ രാഷ്ട്രീയത്തിലേക്ക് അധപ്പതിച്ചുകൊണ്ട് ഇന്ന് CPM-നെ പോലെ തന്നെ കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് വളരെ വ്യക്തമായി തന്നെ ഷാബു പ്രസാദ് ചോദിച്ച ഒരു ചോദ്യം ഇവിടെ വളരെ റിലവൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ സമരത്തിലൂടെയാണ് ശക്തി ആർജിച്ചത് എന്ന് പറയുന്നു. പക്ഷെ ആർക്ക് വേണ്ടിയുള്ള സമരം? അധികാരത്തിൽ കയറുവാൻ മാത്രമുള്ള സമരം. ഇന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നു. സമരം എന്തിനെക്കുറിച്ച് വേണോ ആകട്ടെ, അത് +2-നെതിരായിരിക്കാം, അത് വിദേശ സർവകലാശാലകൾക്കെതിരായിരിക്കാം, അത് ട്രാക്ടറിനെതിരെയോ കമ്പ്യൂട്ടറിനെതിരെയോ ആയിരിക്കാം. അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ യുവജനങ്ങൾ കേരളം വിട്ട് പുറത്തു പോകേണ്ടി വരികയാണ്. ഇപ്പോൾ ജേക്കബ് ജോർജ് സാർ അദ്ദേഹം കേരള നമ്പർ 1-ന്റെ ഒരു വക്താവാണ് എന്ന് ഞാൻ അറിഞ്ഞതിൽ വളരെ ആഹ്ലാദിക്കുകയാണ്. ശരിയാണ്, കേരള നമ്പർ 1 ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10-15 വർഷങ്ങളായി നമ്മൾ എല്ലാ മേഖലകളിലും പിന്നോട്ടടിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോൾ അവിടെ പോലും BJP നേതാക്കൾ മാത്രമേ ഉള്ളൂ ആ പന്തലിൽ പോയി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ. ഇത്രത്തോളം സമരോത്സുകതയുള്ള അല്ല, പക്ഷേ അവർ പോലും വളരെ വ്യക്തമായി സപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറല്ല. കാരണം അവരുടെ ട്രേഡ് യൂണിയൻ എന്തുകൊണ്ട് അവരുടെ MLA-മാർ അവിടെ പോയി പരസ്യമായിട്ട് പിന്തുണ നൽകിയല്ലോ നിയമസഭ നടക്കുന്ന ദിവസം തന്നെ. പക്ഷേ എന്തുകൊണ്ട് ആശാ വർക്കർമാർക്ക് ഇന്ന് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനിന്റെ നേതൃത്വത്തിൽ ശരിയാണ് അവരുടെ പിന്തുണയില്ല. ആ ഒരു രീതിയിലേക്ക് പോകുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സമരം ചെയ്യുവാനല്ല താല്പര്യം, അധികാരത്തിൽ കയറുവാനുള്ള സമരം. അത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ താങ്കൾ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, അതാണ് ഇവിടെ ശ്രീ ബിജു നായരും ഷാബു പ്രസാദും ചോദ്യം ചെയ്തത്. അത് മാത്രമേ കോൺഗ്രസിന് പറയുവാനുള്ളൂ എന്നാണ്. നോക്കൂ മഞ്ജുഷേ, ഞാൻ പറഞ്ഞത് ഈ രണ്ടുപേര് ശരിക്കും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ശ്രീ ഷാബു പ്രസാദും, എനിക്ക് എക്കോ വരുന്നുണ്ട്, ശ്രീ ഷാബു പ്രസാദും അതുപോലെ ശ്രീ ബിജു നായരും, എൻ്റെ മുമ്പിൽ TV ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആളുകളെ മനസ്സിലാകാതിരിക്കുന്നത്. ബിജു നായരും പറഞ്ഞ കാര്യമൊന്നും ഞാൻ പറഞ്ഞതല്ല. ഞാൻ CJP എന്നൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഷാബു പ്രസാദ് പറഞ്ഞത് CPM-ന് താല്പര്യമുള്ള ആൾ BJP പ്രസിഡന്റ് ആകുന്നതല്ല ഞാൻ പറഞ്ഞത്. BJP-യുടെ പ്രസിഡന്റ് ആകുന്ന ഒരാൾക്ക് കേരളത്തിലെ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പോകണം എന്ന് CPM-നല്ല ആഗ്രഹം, BJP-ക്കാണ് ആഗ്രഹം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ഞാൻ രണ്ടും കോൺഗ്രസ് വിരുദ്ധരാണെന്ന് പറഞ്ഞത്. CJP എന്ന ഒരു വാക്ക് ഞാൻ എൻ്റെ വായിന്ന് വന്നിട്ടില്ല, ഞാൻ അങ്ങനെ പ്രയോഗിക്കുന്ന ഒരാളുമല്ല. അത്ര ഒരു മണ്ടത്തരമൊന്നും ഞാൻ പറയാറില്ല. അതൊക്കെ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഞാൻ 2-3 കാര്യങ്ങൾക്ക് ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ. കേരളത്തിൽ സമീപകാലത്ത് BJP CPM തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പുറത്തായത്? LDF കൺവീനർ EP ജയരാജനും BJP വക്താവ് പ്രകാശ് ജാവദേക്കറും തമ്മിൽ കണ്ടതും EP ജയരാജന് മുന്നണി കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതും അത് ജാഗ്രതയില്ലാത്തതിൻ്റെ കൂടെ ഭാഗമാണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ടൊന്ന്. രണ്ടാമത്തെ കാര്യം, ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദവും അതിനുശേഷമുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, പാലക്കാട്ട് BJP 3-ാം സ്ഥാനത്ത് നിന്നും 2-ാം സ്ഥാനത്ത് നിന്നും 1-ാം സ്ഥാനത്തെത്താൻ ശ്രമിച്ച് അവിടെ പരാജയപ്പെടുകയും അവിടെ BJP-യിൽ ഉണ്ടായ പ്രശ്നങ്ങളും സന്ദീപ് വാര്യർ BJP വിട്ടതും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ BJP-യിലെ പ്രശ്നങ്ങളാണ്. പിന്നെ ശ്രീ ബിജു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് ഒതുങ്ങുന്നു. ഒരുപക്ഷെ അദ്ദേഹം എന്നോടുള്ള പെട്ടെന്നുള്ള അരിശത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കാം. കാരണം കേന്ദ്രത്തിൽ BJP ഒറ്റയ്ക്കാണ് ഭരിച്ചിരുന്നത് ബിജു. ഇപ്പോൾ ഭരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെയും അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും കാരുണ്യം കൊണ്ടാണ്.
കോൺഗ്രസിന് അവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ആർക്കാണ് വളർച്ച എന്ന് ഞാൻ പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പിന്നെ കേരളത്തിലെ സുരേഷ് ഗോപിയുടെ കാര്യം ഞാൻ അന്നും ഇന്നും പറയുന്ന മഞ്ജുഷ് എത്ര ചർച്ച ശ്രീ ഷാബു ഞാനും തമ്മിൽ നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടെന്ന്. അതിൽ 6 തൃശ്ശൂർ ലോക്സഭാ മണ്ഡല. ഈ 6 എവിടേക്കാണെന്നറിയാവോ? ഗുരുവായൂർ ഒഴിച്ച് 6. ഈ 6 അടുത്ത തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കും എന്നാണോ ഇവർ പറയുന്നത്? ആണോ? അങ്ങനെയാണെങ്കിൽ അതൊരു വല്ല നല്ല രാഷ്ട്രീയ വിശകലനമാണോ? ഞാനതാണ് ചോദിക്കുന്നത്. ആ 6 സുരേഷ് ഗോപി ആയതുകൊണ്ട് കിട്ടിയ ഒരു മുന്നേറ്റം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള അടുത്ത ഇലക്ഷൻ നമുക്ക് കാണാം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് CPM നിശ്ചയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. CPM-ഉമായിട്ട് യോജിച്ച് പോകാൻ പറ്റാവുന്ന ഒരു BJP നേതൃത്വത്തെ BJP കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ കെ സുരേന്ദ്രൻ പിണറായി വിജയൻ കാപ്പ് പിടിച്ച കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതൊക്കെ എൻ്റെ മുമ്പിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്, അല്ലാണ്ട് ഞാനായിട്ടൊന്നും ഉണ്ടാക്കി പറയുന്നില്ല. ഷാബുവിനറിയാം BJP-ക്ക് താല്പര്യമുണ്ട് എന്നാണ് CPM-ഉമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റിനെ. ഒരു മിനിറ്റ് അല്ല മഞ്ജുഷ അത് പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അല്ല ഒരു മിനിറ്റ് അത് പറഞ്ഞു തീർത്തോട്ടെ. ശരി. അതായത് കേരളത്തിലെ ഞാൻ ഒറ്റ മിനിറ്റ് ഷാബു ഞാൻ ഇപ്പൊ തീർത്തോട്ടെ. അതായത് കേരളത്തിലെ CPM RSS കേരളത്തിൽ RSS CPM സംഘടനകൾ ഒരുപാട് എണ്ണം 80കളിലും 90കളിലും ഉണ്ടായിരുന്നു. അതായത് തൃശ്ശൂരിലെ വാണാലപ്പള്ളി, ഗണേശമംഗലം, മലപ്പാട്, കണ്ണൂർ ജില്ല പല ഭാഗങ്ങളിൽ ഒക്കെ സംഭവിച്ചു. അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഇതിനിടക്കാലത്ത് വെച്ച് CPM-ഉം BJP-യും RSS നേതാക്കളൊക്കെ ചർച്ച നടത്തിയൊക്കെ നമുക്കറിയാമല്ലോ. സമാധാനം കൈവന്നത് നല്ല കാര്യമാണ്. ആ നല്ല കാര്യമൊക്കെ നടക്കുമ്പോഴാണ് ഈ ഗ്ലാമർ പാർട്ടി ഞാൻ പറയാൻ കാണിച്ച കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് കേരളത്തിലെ BJP-യിലെ ഒരുപാട് നേതാക്കൾ ഇങ്ങനെ ഒരേ തലത്തിൽ തുല്യരായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ്. അത് തെറ്റാണെന്ന് നിങ്ങൾ സമർത്ഥിക്കുമെങ്കിൽ ഞാൻ സമ്മതിക്കാം. പഴയ കാലത്ത് KG-മാരാർ O രാജഗോപാലും രാമൻപിള്ളയും KGR നമ്മുടെ മറ്റ് നേതാക്കളൊക്കെ നയിച്ച ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് BJP-യിലേക്ക് കൂടുതൽ പേര് വരുന്നതെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ്. BJP-യുടെ വളരെ ശക്തനായ വക്താവായ സന്ദീപ് വാര്യർ BJP വിട്ടത് എന്തുകൊണ്ടാണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം BJP-യിലത്തെ അന്തഛിദ്രങ്ങളെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ CPM-ന് സഹായകമായ നിലപാട് BJP എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അതിൽ തനി CPM വിരുദ്ധനായ ഒരാൾ BJP നേതൃത്വത്തിലേക്ക് വരാൻ BJP-യുടെ കേന്ദ്ര നേതൃത്വവും ആഗ്രഹിക്കുന്നുണ്ടാകില്ലെന്ന് ഞാൻ ഈ ജയരാജൻ RSS DGP ബന്ധം പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചത് മാത്രമേ ഉള്ളൂ. താങ്കൾ ഈ ലിസ്റ്റുകളിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കും? രാജീവ് ചന്ദ്രശേഖരൻ അല്ല ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാനിത് നമ്മുടെ നിരീക്ഷണമല്ലേ മഞ്ജുഷ പറയുന്നത്. ഇന്നിപ്പോൾ ഒരാൾ നാളെ BJP പ്രസിഡന്റാകുമ്പോൾ ആ ആൾക്ക് തോന്നുകയാണ് കേരളത്തിൽ CPM-നെ സഹായിക്കലല്ല എൻ്റെ ലക്ഷ്യം, BJP-യെ വളർത്തുകയാണ്. BJP-യെ വളർത്തുകയാണെങ്കിൽ CPM-ഉമായിട്ടും എതിരിട്ട് നിൽക്കണം. അത് മനസ്സിലാക്കണം. CPM-ഉമായിട്ട് എതിരിട്ട് നിന്നാലേ BJP വളരുള്ളൂ. അതിപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നില്ല. അതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാരുമല്ല. അത് UDF നേതാക്കളും CPM നേതാക്കളും BJP നേതാക്കളും പരസ്പരം പ്രസംഗിക്കുന്നതാണ്. BJP-യുടെ പ്രസിഡന്റ് എന്തായിരിക്കേണ്ടത്? കേരളത്തിൽ BJP-ക്ക് ശക്തമായ വേരോട്ടം ഉണ്ടാകണമെങ്കിൽ പാലക്കാട് നമ്മൾ കണ്ടതല്ലേ, അല്ല ഒരു കാര്യം ഞാൻ ശ്രീമത് സാറിനെ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, അവരോടും കൂടിയാണ് പറയുന്നത്. ഒരു BJP-കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് അയാൾ CPM വിരുദ്ധനാണ്. അതിൻ്റെ അകത്തിനും വേറെ വർത്തമാനമൊന്നുമില്ല. ഒരാൾ കൂടുതൽ CPM വിരുദ്ധൻ, മറ്റേയാൾ കുറച്ച് CPM വിരുദ്ധൻ, അങ്ങനെയില്ല. കാര്യം ഇവിടെ BJP-ക്കും സംഘപരിവാറിനും ഏറ്റവും വലിയ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ CPM എന്ന് പറയുന്നത്. പക്ഷേ BJP കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെ ആയിരിക്കില്ലല്ലോ ഷാബു പ്രസാദ്. വ്യാഖ്യാനമാണപ്പാ. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. അതിപ്പോ എന്ത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാതെ. ഇനി മറ്റൊരു കാര്യം, ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ഇവർ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടല്ലോ, കെ മുരളീധരനെ നിയമത്ത് കൊണ്ട് നിർത്തിയത് തന്നെ ഇവിടെ BJP അവിടെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. CPM ജയിക്കുന്നതിൽ അവർക്ക് വിരോധമില്ല.
എത്രയോ കാലാകാലങ്ങളായി മഞ്ചേശ്വരത്ത് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ് ഇവർ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണല്ലോ. അവിടെ BJP ജയിക്കാതിരിക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെയും കൂടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം BJPക്ക് അസംബ്ലിയിൽ BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇവർ മൂന്നാം സ്ഥാനത്ത് ഡിസ്റ്റന്റ് തേർഡിലേക്കാണ് പോകുന്നത്. ഓപ്പൺ ആയിട്ട് ഇവർ തമ്മിൽ കൈകോർത്ത് നടന്നത് ഇന്നും ഇന്നലെ ഒന്നും അല്ല. എന്റെ മഞ്ജുഷ, ഇതൊക്കെ ഇല്ല, നമ്മൾ കുറെ കണ്ടതാണ്. എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത്? ആയിക്കോട്ടെ, ഇപ്പം അവർക്ക് നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പറയേണ്ടി വരും, രാഷ്ട്രീയമാണ്, അതൊക്കെ വേണ്ടി വരും. അതാണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റിന് കളിച്ചിട്ടുള്ളതും മുഴുവനും ഇവർ തമ്മിൽ മാത്രമാണ്. അതുകൊണ്ടുകൂടിയാണ് BJPക്ക് ഒരു പരിധിവരെ ഇവിടെ ഇത്രയും കാലം ഇങ്ങനെ ഒരു അസംബ്ലിയിലെ റെപ്രസെന്റേഷൻ ഉണ്ടാകാതിരുന്നത്. എവിടെ BJP ജയിക്കാൻ സാധ്യതയുണ്ടോ അവിടെ ഇവർ കൈകോർത്തിരിക്കും. അതാണ് ഇവിടെ. അത് മഞ്ചേശ്വരത്തായാലും ശരി, വട്ടിയൂർക്കാവിലായാലും ശരി, നേമത്തായാലും ശരി, ഇവിടെ എല്ലാം കോന്നിയിലായാലും ശരി, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇവരിത് ഓപ്പൺ ആയിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ കൂടി വിചാരിച്ചിട്ടാ നിങ്ങളന്ന് ജയിച്ചില്ലെങ്കിൽ BJP അവിടെ ഇരുന്നേനെ എന്ന് ഇവരുടെ ഈ കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പോഴാണ് പറയുന്നത് ഇവിടെ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെയൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പില് ഏറ്റവും CPM ജയിക്കരുത് എന്ന BJP ജയിക്കുന്നതിനോടൊപ്പം തന്നെ BJP ജയിക്കണമെന്നുള്ള ആഗ്രഹത്തിനോടൊപ്പം തന്നെ ഒരു കാരണവശാലും CPM ജയിക്കാൻ പാടില്ല എന്ന ഒരു മനോഭാവം കൂടി ഉണ്ടായിരുന്നു BJP അണികളിലും. BJP പൊതുവെ കാര്യം അത്രയധികം കൊലപാതകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. എന്നാൽ അത് ഈ അടുത്ത കാലത്ത് മാറി. ഇനി ഇവിടെ ആര് ഭരിച്ചാലും നമുക്ക് മറ്റവരാര് ജയിച്ചാലും സാരമില്ല, ഇവിടെ BJPക്ക് മുന്നേറിയേ പറ്റുകയുള്ളൂ എന്ന ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് BJPക്ക് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് ആരാണ് വില കൊടുക്കേണ്ടി വരിക? അത് കോൺഗ്രസ് ആയിരിക്കാം, CPM ആയിരിക്കാം. അത് BJPയുടെ വിഷയമേ അല്ല. ഇവിടെ ആര് വേണമെങ്കിൽ ധരിച്ചോട്ടെ, ഇവിടെ BJPക്ക് വളരുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ BJPക്കുള്ളത്. അതിന് ചിലപ്പോൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് അങ്ങനെ വില കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് മറ്റു മാർഗമൊന്നുമില്ല. ഈ രീതി പറഞ്ഞേ പറ്റുള്ളൂ. CJP എന്നും അങ്ങനെ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് എന്നും നേരത്തെ ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ ശ്രീകുമാർ സാർ ഇവിടെ വലിയ നേട്ടമായിട്ട് പറഞ്ഞു, കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്നു, ആരാണ് വളരുന്നതെന്ന് കണ്ടില്ലേ? 10-60 വർഷം ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ് സാറേ. 3-2 ഭൂരിപക്ഷത്തോടെ ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. ഞങ്ങൾക്കും 2 തുടർച്ചയായ 2 തോൽവിക്ക് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയതിനെ നിങ്ങൾക്ക് ഇങ്ങനെ ആഘോഷിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിൽ വലിയൊരു ഗതികേടുണ്ടോ? 10 വർഷം തുടർച്ചയായി UPA ഭരിച്ചതിന് ശേഷം നടന്ന ഇലക്ഷനിൽ നടന്ന ഗതികേട്. ശരി അതിലേക്ക് പോകേണ്ട. ശ്രീ ജേക്കബ് ജോർജ് താങ്കളോട് നേരത്തെ ചോദിച്ചപ്പോൾ അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ശ്രീകുമാർ സാർ അത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൂടി താല്പര്യമാണ്. അതാണ് CPM-ന് കൂടി താല്പര്യമുള്ള ഒരാൾ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരട്ടെ എന്ന് താല്പര്യപ്പെടുന്നത് BJP ആണെന്ന്. അത് കേന്ദ്ര നേതൃത്വം. അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇവിടുത്തെ ഷാവു പ്രസാദും അത് പറഞ്ഞു BJPയുടെ കാര്യം. പക്ഷേ ഷാവു പ്രസാദ് ഇറങ്ങി പോകുന്നതിന് മുമ്പ് മൈക്ക് താഴെ വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം. പഴയ ഒരു കോലീബി സഖ്യം ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാ. കോലീബി സഖ്യം ഇവിടെ BJPയുടെ പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറയുന്ന രാഷ്ട്രീയം, ഞാൻ കാണുന്ന രാഷ്ട്രീയം 2 മുന്നണികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും മണ്ഡലങ്ങളിൽ, വാർഡുകളിൽ, പഞ്ചായത്തുകളിലൊക്കെ നടക്കും, യാതൊരു സംശയമില്ല. ഇവിടെ BJPക്ക് കടക്കണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയമാണല്ലോ BJPയുടെ രാഷ്ട്രീയം. ആ ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ 50-54% ഹിന്ദുക്കളുള്ള കേരളത്തിൽ എന്തുകൊണ്ട് വിലപ്പോകുന്നില്ല എന്നൊരു ചോദ്യം BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളല്ല ഇവിടെ BJPയെ എതിർക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ BJPയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു മതേതര അന്തരീക്ഷമാണ്.
കേരള സമൂഹത്തിൻ്റെ ഒരു മനസ്സാണ്, ഒരുമയുടെയും ഐക്യത്തിൻ്റെയും മനസ്സ്. ആ മനസ്സ് സ്വാഭാവികമായിട്ടും ഇന്ന് BJPക്കെതിരാണ്. ആ മനസ്സിനെ പിടിക്കാൻ BJPക്ക് കഴിയുന്ന ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസിഡന്റ് വന്നാൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ആ നിലപാട്, ആ രാഷ്ട്രീയം, ആ മുന്നേറ്റം കേരളത്തിലെ CPMനെയും കോൺഗ്രസിനെയും ഒക്കെ എതിർക്കാനും പുറകിലാക്കാനും ശേഷിയുള്ളതാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതുതന്നെയായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ വരുന്ന പഞ്ചായത്ത് സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്തായാലും BJP സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്ന കാര്യത്തിൽ നാളെ ഒരു തീരുമാനം വരും. കേന്ദ്ര നേതൃത്വം ആ തീരുമാനം നാളെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അവിടെ വെച്ചായിരിക്കും ഈ തീരുമാനം കേന്ദ്ര നേതൃത്വം അറിയിക്കുക. അപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരില്ല. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുക്കുന്നത്. അത് ഒറ്റ നാമനിർദ്ദേശ പത്രികയെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് വിവരം. അതായത് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്ന പേരുകാരൻ നാമനിർദ്ദേശ പത്രിക നൽകും. മറ്റന്നാളായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരിക. എന്തായാലും നാളെ ഇക്കാര്യം അറിയാൻ പോവുകയാണ്. BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കും? കെ സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയ ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമോ എന്ന കാര്യം രാജീവ് ചന്ദ്രശേഖരനോട് തിരുവനന്തപുരത്ത് തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം. അതുകൊണ്ട് തന്നെ ചില അഭ്യൂഹങ്ങളും ഇതേക്കുറിച്ച് പരക്കുന്നുണ്ട്. 2 പേര് അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.